കോഴിക്കോട് ICU പീഡനക്കേസിലെ അതിജീവിത കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരമിരിക്കുകയാണ്. ഗൈനക്കോളജിസ്റ്റിനെതിരായ പരാതിയിലെ അന്വേഷണ റിപ്പോർട്ട് വേണമെന്നാണ് ആവശ്യം. ലഭിച്ച ഉറപ്പുകളൊക്കെ പാഴായെന്നും അതിജീവിത പറയുന്നു. രാഹുൽ KV വിവരങ്ങൾ പങ്കുവയ്ക്കും. എന്തുകൊണ്ട് തെരുവിലിങ്ങനെ സമരമിരിക്കുന്നു വീണ്ടും വീണ്ടും ചോദിക്കേണ്ടതായി വരികയാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നീതി എനിക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് തെരുവിൽ ഇറങ്ങേണ്ടി വന്നത്. ഞാൻ കൊടുത്ത ഒരു പരാതിയുടെ ഒരു അന്വേഷണ റിപ്പോർട്ടിനായിട്ടാണ് ഞാൻ ദിവസങ്ങളോളം ആദ്യം ഇരുന്നു. അതിൽ IG പറഞ്ഞു 3 ദിവസം കൊണ്ട് റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞത് കൊണ്ട് താൽക്കാലികമായി പിൻവലിച്ചു. പക്ഷെ 5 ദിവസമായിട്ടും അതിനൊരു മറുപടി ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ആരംഭിച്ചു. ഗൈനക്കോളജിസ്റ്റിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? എനിക്കതിൽ എന്നെ പരിശോധിച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയമായ ഒരു ടെസ്റ്റുകളൊന്നും ചെയ്തിട്ടില്ല. അവരുടെ സ്വയം ഇഷ്ടപ്രകാരം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മൊഴിയാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അതിനെതിരെ ഞാനൊരു പരാതി കൊടുത്തതാണ്. അപ്പം അതിൽ ഇവർ കഴമ്പില്ലെന്ന് പറഞ്ഞു. ആ പരാതി അവിടെ അവസാനിപ്പിച്ചു അന്വേഷണം. അപ്പോൾ അതിൽ എനിക്കൊരു പുനരന്വേഷണത്തിന് പോകണമെങ്കിൽ ഈ റിപ്പോർട്ട് കിട്ടിയേ തീരും. അപ്പോൾ അതുകൊണ്ടാണ് ആ റിപ്പോർട്ട് ഞാൻ ആവശ്യപ്പെടുന്നത്. നേരത്തെ കമ്മീഷണറെ IG-യെ വിവരാവകാശ കമ്മീഷനെയൊക്കെ സമീപിച്ചിരുന്നല്ലോ. അന്നൊക്കെ ലഭിച്ച മറുപടി എന്തായിരുന്നു? നിങ്ങൾക്ക് അനുകൂലമായൊരു നിലപാടല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നത്? അതെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലും പോകുന്ന സമയത്ത് അവർ എനിക്ക് അനുകൂലമായിട്ടാണ് പറയുന്നത്. പക്ഷേ അത് അവർ തെളിയിക്കുന്നില്ല. ഒരു മറുപടി നമുക്ക് തന്നാലും അതിൽ നമുക്ക് ആ റിപ്പോർട്ട് കിട്ടാനുള്ള അവകാശം ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ റിപ്പോർട്ട് നമുക്ക് വാങ്ങിത്തരണമല്ലോ. അത് ഇവരുടെ ഭാഗത്ത് നിന്നൊന്നുമില്ല. സമരം അവസാനിപ്പിച്ചിന്ന് വീണ്ടും തുടങ്ങാനുള്ള ഒരു പശ്ചാത്തലം 3 ദിവസത്തിനകം റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടും അവരുടെ ഭാഗത്തിന് IG പറഞ്ഞിട്ടും അവരുടെ ഭാഗത്ത് നിന്നൊരു നീക്കമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു മറുപടി പോലും ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ICU-വിൽ വെച്ച് പീഡനത്തിനിരയായതിനു ശേഷം ഇവരുടെ മൊഴി മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ അത് പ്രതിക്ക് അനുകൂലമായ രീതിയിൽ രേഖപ്പെടുത്തി എന്നതാണ് അതിജീവിതയുടെ ആരോപണം. ഇത് സംബന്ധിച്ച് നേരത്തെ പോലീസിൽ പരാതി നൽകിയും മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ അന്വേഷിച്ച് ഈ പരാതിയിൽ കഴമ്പില്ല എന്നൊരു നിഗമനത്തിലേക്കാണ് എത്തിയിരുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ട് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അതിജീവിത വീണ്ടും തെരുവിലേക്ക് വന്നിട്ടുള്ളത്. ഒരാളെ ഇങ്ങനെ തെരുവിലിരുത്തുന്നത് നല്ലതാണോ എന്ന് പരിശോധിക്കേണ്ടതായുണ്ട്. വ്യാസ് പി രാമനപ്പൻ, രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.